ഇഗോർ തിയാഗോ 13-ാം വയസ്സിൽ തന്റെ പിതാവിനെ നഷ്ടമായ ഇഗോർ തിയാഗോ തെരുവോരങ്ങൾ വൃത്തിയാക്കുന്ന ജോലി ചെയ്തിരുന്ന മാതാവിനെ സംരക്ഷിക്കുവാൻ, ആ കുടുംബം നോക്കുവാൻ തന്നാലാവുന്ന എല്ലാ ജോലിയും തന്റെ ടീനേജിൽ ചെയ്തുകൊണ്ടിരുന്ന ഇഗോർ തിയാഗോ ഇമോഷണലായ ഒരു ടീനേജ് യാത്രയായിരുന്നു ശരിക്കും ഇഗോർ തിയാഗോയ്ക്ക്. ഫുട്സാൽ കളിച്ചു തുടങ്ങിയ ഇഗോർ തിയാഗോ 2019 4 തവണ ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് നേടിയ ക്രുസൈറോ എന്ന ക്ലബിൽ എത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി തുടങ്ങുന്നത്. അതിനുശേഷം ആ ക്ലബിന്റെ സീനിയർ സൈഡിലേക്ക് വരുന്നു. അതിനുശേഷം ബുൾഗേറിയ എന്ന ക്ലബിലേക്ക് എത്തുന്നു. അവിടെയും സെക്കൻഡ് ഡിവിഷൻ യൂറോപ്യൻ ഫുട്ബോൾ കളിച്ച് ക്ലബ് ബ്രഗയിൽ എത്തുകയാണ്. സോ ഇവിടെയൊക്കെ ഇഗോർ തിയാഗോ വളരെ വേഗം വളരുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. 2024 ബ്രെൻഫോർഡ് പ്രീമിയർ ലീഗിലേക്ക് ഇഗോർ തിയാഗോയെ സ്വാഗതം ചെയ്യുന്നതോടുകൂടി ലൈഫ് തന്നെ മാറുകയായിരുന്നു. അവിടെയും പക്ഷേ ഇഗോർ തിയാഗോയ്ക്ക് നിർഭാഗ്യങ്ങൾ പിന്തുടർന്നു. 2024 സീസണിൽ ACL ഇഞ്ചുറിയിൽ അദ്ദേഹത്തിന് വളരെ ചുരുക്കം മത്സരങ്ങൾ മാത്രമാണ് കളിക്കാനായത്. 8 അപ്പിയറൻസും ഒരു ഗോള് പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല എന്ന ഒരു നിരാശയുള്ള കണക്കുകളുമായിട്ടാണ് ആ സീസൺ ഇഗോർ തിയാഗോ അവസാനിപ്പിക്കേണ്ടി വന്നത്. 2025-26 സീസണിൽ പക്ഷേ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇഗോർ തിയാഗോ നടത്തിയത്. എല്ലാ ചരിത്രങ്ങളെയും തിരുത്തി എഴുതിയ ഇഗോർ തിയാഗോയുടെ ഒരു സീസണായി അതിനെ വിശേഷിപ്പിക്കാം. എർലിംഗ് ഹാലണ്ടിന്റെ തൊട്ട് താഴെ 22 ഗോളുകളുമായി പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ 2-ാം സ്ഥാനത്ത് അവസാനിപ്പിച്ച ഇഗോർ തിയാഗോ 22 പ്രീമിയർ ലീഗ് ഗോളുകളുമായി ഒരു ബ്രസീലിയൻ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന ചരിത്രത്തിലേക്ക് കൂടി ഇഗോർ തിയാഗോ നടന്നെടുത്തു. ഈ ഇഗോർ തിയാഗോ ആൻസലോട്ടിയുടെ അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ബ്രസീലിനു വേണ്ടി ഫിഫ വേൾഡ് കപ്പ് 2026 ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡ്രോപ്പ് ഇൻ ദ കമന്റ് ബോക്സ്. താങ്ക് യു.